ആരപ്പ ഈ 1:30 മണിക്ക് വിളിക്കണ? മണ്ടു മണ്ടു, ആരോ ഒളിബെല്ലടിക്കണു. പുറത്താരോ വന്നിട്ടുണ്ട്. പുറത്താരോ വന്നിട്ടുണ്ട്. എത്ര മണിയായി? 1:30 മണി. 1:30 മണിയോ? ആ, പുറത്താരാ? അതാരോ വിളിക്കണു. സുധേട്ടാ, അച്ഛൻ. അച്ഛനാ? എന്റെ അച്ഛന് വയ്യാതെ കിടക്കല്ലേ? അതിന് അച്ഛന് എന്തെങ്കിലും പറ്റിട്ടുണ്ടാവോ? എടി, അച്ഛനൊന്നും പറ്റിണ്ടാവില്ല. ഇനിയിപ്പൊ അച്ഛൻ മരിച്ചു തന്നെ വെക്കേ. അല്ലടി, അച്ഛൻ എന്തേലും പറ്റിന്ന് തന്നെ വെക്കേ. അവര് ഫോൺ ചെയ്ത് അറിയിക്കല്ലേ ഉള്ളൂ. ഈ രാത്രി വരുമോ? ആരാ? അച്ഛാ, അച്ഛാ, ഉണ്ണിയാ? അച്ഛാ, നിക്കടാ. എന്തേ? ആരാ പുറത്ത്? അതെ, കോളിംഗ് ബെല്ലടിക്കുന്ന ഇട്ടിട്ട് ഞാൻ പോയി ജനലുള്ള നോക്കുമ്പോ ആരുമില്ല. ഇല്ല, പക്ഷെ തിരിച്ചു വന്നപ്പോ ആദ്യം അടിക്കുന്നിട്ട് നോക്കുമ്പോ ജനലുള്ള നോക്കുമ്പോ പുറത്ത് വെള്ള സാരി കൊടുത്തൊരു പെണ്ണ്. പ്രേതം തന്നെ. വെള്ള സാരി എടുത്ത പ്രേതം അല്ലാണ്ട് വേറെ ആരി. നമുക്കൊന്ന് പോയി നോക്കാന്ന്. അച്ഛനെ നോക്കിട്ട് നടക്കണം. മണ്ടുവാടി, ആരാ? എന്താ ഒന്നും ഉണ്ടാത്ത? പുറത്താരാ ബെല്ലടിക്കണേ? നീ എവിടെ ആളെ കണ്ടേ? എവിടെ? പുറത്തുണ്ട്. നീ ഒന്ന് നോക്ക്. ആ സാരിയാണോ നീ പറഞ്ഞേ? അത് ഞാൻ അടിയിൽ ഉണക്കാനിട്ടേക്കണ എന്റെ സാരിയാ. ആ സാരി ബെല്ലടിക്കോ? അല്ലാതെ അപ്പൊ പിന്നെ ബെല്ലടിച്ചതാരാ? അവിടെ ആരെയും ഞാൻ കണ്ടില്ല. വേറെ ആരും ഇല്ലേ? ഇല്ല. ഇങ്ങോട്ട് മാറി. അവിടെ പുറത്താരാ? പുറത്താരും കാണാനില്ല. കണ്ടതാ. എന്തത്? രാത്രിയൊക്കെ ഇങ്ങനെ വന്ന് ബെല്ലടിച്ചിട്ട് അവിടെ ഒളിച്ചിരിക്കും. എന്തിന്? നമ്മുടെ തലക്കടിച്ച് കൊന്നിട്ട് ഇവിടുത്തെ സാധനമൊക്കെ എടുത്തോണ്ട് പോകും. കുത്തിട്ട് സ്ട്രോലി വലിക്കുന്നു. നീ എന്താ പറയണേ? ഞാൻ കള്ളന്റെ കാര്യം പറയണേ. അപ്പൊ ഇനി എന്താ ചെയ്യാ? തുറക്കണ്ട, തുറക്കണ്ട. ഇരുമ്പിന്റെ കഷ്ടം ഉണ്ടാക്കില്ല തൊടൂല. ആ കൈ പിടിക്ക. മണ്ടാണെന്നാ വരാണ്ട് കോ. എന്നാലേ പോയിട്ട് കിടന്നു പറക്കാം. അതല്ലേ നീ പോയി കിടന്നുറങ്ങിയേ. ഒറ്റക്ക് ഞാനാ നിങ്ങളുടെ അടുത്ത് കിടക്കും. ഞങ്ങളുടെ അടുത്ത് കിടക്കും.
ഞാൻ പോവില്ല. ആ മതി, വാ ഇങ്ങോട്ട്. വാ. ഞാൻ നേരത്തെ പേടിച്ചിട്ട് കുറച്ച് മൂത്ത് വെച്ച് പോയി, ബാക്കിയുണ്ട്. പോയി കിടം, ഞാൻ വന്നിട്ട് കിടന്നാ മതി. കള്ളന്മാരാവില്ല. കള്ളന്മാരാണെങ്കിൽ എന്തിനാ ബെല്ലടിക്കണേ? ബെല്ലടിച്ചിട്ട് മാറി നിൽക്കും. നമുക്ക് ആരെങ്കിലും ഫോൺ ചെയ്യണോ? എന്തിന്? ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ആരോടെങ്കിലും. ടീഷർട്ട് ക്ലീൻ ചെയ്ത ഒരാള് ഇവിടെ കണ്ണാടിയിൽ ഞാൻ തന്നെ പേടിച്ചു പോയി എന്നെ കെട്ടി. കിടന്നോ? ആ, എന്നാലും അത് ആരാകും? എനിക്കൊരു സമാധാനമില്ല. ഇന്ന് രാവിലെ ആയാൽ മതിയായിരുന്നു. ഇങ്ങനെ ഒരു മണ്ണുണ്ണിയായി പോയാലും ഇതൊരു ധൈര്യമുള്ള മകനാണെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ധൈര്യമില്ലാത്ത കുറെ സാധനങ്ങള്. അതെ, ഞാൻ അവിടെ കിടക്കാം. ഞാൻ അവിടെ കിടക്കാം. പേടിക്കണ്ട, ഇത് നീങ്ങി കിടന്നോള്. രണ്ടാളും എന്നെ പിടിച്ചിട്ട് കിടന്നോ. ഇത് കിടന്നോള്. ഞാനിവിടെ ഇരുന്ന് നോക്കിക്കോളാം. ഞാനിവിടെ ഇരുന്ന് നോക്കിക്കോളാം. എന്നാ നീ ശ്രദ്ധിക്കിട്ടല്ല. ഇതങ്ങോട്ട് വെച്ച നമ്മുടെ സൂതേട്ടന്റെ വീട് കച്ചവടമായത് അറിഞ്ഞ? അറിഞ്ഞു. ഞാനൊരു 6-7 പാർട്ടിനെ കൊണ്ടുവന്ന് കാണിച്ചാണ്. അന്നൊന്നും അയാൾ വില കൊണ്ടെടുത്തില്ല. ഇപ്പൊ സത്യേട്ടൻ ചോദിച്ചപ്പോ അങ്ങോട്ട് കൊടുത്ത അയാൾ അഡ്വാൻസ് മേടിച്ചു. അയാൾക്ക് ഒക്കുന്ന വില അയാൾ പറഞ്ഞിട്ടുണ്ടോ സത്യൻ? ഒക്കുന്ന വില എന്ന് വെച്ചാൽ ലോകത്തില്ലാത്ത വിലയും പറഞ്ഞിട്ട് അയാൾ ഇരിക്കായിരുന്നു. ഇപ്പൊ സത്യേട്ടൻ പറഞ്ഞപ്പോ ന്യായമായ വിലക്ക് കൊടുത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ടില്ലേ? അതിനും കുറച്ച് പറഞ്ഞാ പിന്നെ അയാൾക്ക് കൊടുക്കാൻ പറ്റും. അയാൾക്ക് ഏകദേശം ഒരു ഇത് വേണ്ടേ, അതിന് ഒരു ധാരണ വേണ്ടേ? അതിലും കുറച്ചൊന്നുമല്ല, നല്ല വിലയാ പറഞ്ഞത്. നല്ല വില. ഇതൊക്കെ അല്ല, ഒരു പുതിയ വിശേഷം നിങ്ങള്. നമ്മളെ സുഗതന്റെ വീട്ടില് പ്രേതബാധ, ജിന്ന്. എല്ലാം പറയല്ലേ മൊയ്തൂക്ക. നിങ്ങൾ ആ വീട് ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ഭേദവാദം പറഞ്ഞിട്ടുണ്ടാവും. വെറുതെ പറയുന്നല്ല. എന്താണ് ഈ കബൂർ കാക്ക കാണിക്കുന്നത്? അതെ, സംഭവം വെറുതെ പറയണല്ല. ഇന്ന് രാവിലെ എന്റെ പേരിൽ പത്രം വന്ന ചെക്കൻ പറയാ, ഇന്നലെ പൊലച്ചൊക്കെ ഒരു 1:30 മണി സമയത്തെ ഇവര് വീട്ടിന്റെ കോണിംഗ് ബെല്ല് അടിച്ചു പോലെ. കോളിംഗ് ബെല്ല? ഇങ്ങനെ പെരേരെ പുറത്തടിക്കൂലേ കോളിംഗ് ബെല്ല്? ആ ബെല്ലടിച്ച്. ബെല്ലടിച്ചപ്പോ ഇവര് വന്ന് നോക്കിയപ്പോ പുറത്ത് ആരെയും കാണുന്നില്ല. പേടിക്കണ്ട, ഒന്ന് തിരിച്ചു വെച്ചോട്ടെ. കുറച്ച് തിരക്കുണ്ടാവാ. സർക്കസാരനാ തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ട് പാലോട്, മടത്തറ, കൊളുത്തൂപ്പുഴ, വിതുര, തെന്മല, ആര്യങ്കാവ് വരെ പോവാണ്ട്. ഹലോ സുഗതൻ ചേട്ടൻ. എന്റെ പേര് എനിക്കെല്ലാം അറിയാം. ഉണ്ണിരാജ് അറിയാം. ഇനി ഒരു അമ്മ കൂടെ ഇല്ല ഇവിടെ? മണ്ടോദരി ഉണ്ട്. അമ്മയുണ്ട്. അമ്മയുടെ എവിടെ? മണ്ടോദരി. എല്ലാവരും വിളിക്കും. അല്ല, എനിക്ക് ആളെ മനസ്സിലായില്ല. എല്ലാം പറഞ്ഞുതരാം. പച്ചസത്യം ഓൺലൈൻ ന്യൂസ് മീഡിയ എന്ന് പറയുകയാണ് ഞാൻ. അല്ല, അതിനിപ്പോ ഇവിടെ വന്ന എന്താ ഇവിടെ ചെറിയ വിശേഷം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇന്നലെ ഇവിടെ ഒരു ചെറിയ വിശേഷം ഉണ്ടായല്ലോ, അത് ഞാൻ അറിഞ്ഞു. അതൊക്കെ അറിഞ്ഞു. അതെങ്ങനെ ഇപ്പൊ നിങ്ങൾ അറിഞ്ഞു? സുഗതൻ ചേട്ടാ, ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറയും പോലെയാണ് പച്ചസത്യം ഓൺലൈൻ ന്യൂസ്. ഈ മുക്കിലും മൂലയിലും ഉണ്ടാവും. ഈ നാടിനെ കുറിച്ചറിയാം, ഈ റോഡിനെ കുറിച്ചറിയാം, ഈ വീടിനെ കുറിച്ചറിയാം, ഈ വീടിലെ മുറികളെ കുറിച്ചറിയാം, ഈ വീടിലെ ഓരോ മുറികളിലും എന്ത് നടക്കുന്നു എന്ന് പോലും പച്ചസത്യം ഓൺലൈൻ ന്യൂസ് അറിയാം.
അമ്മ കൈറ്റിനെ കണ്ടെടുത്ത് അച്ഛനെ തലക്കടിച്ചിട്ട് ബോധം പോയത് അറിഞ്ഞിണ്ടാവില്ലേ? അതറിഞ്ഞില്ലല്ലോ. ഇല്ലേ? അത് വെറുതെ അവള് തമാശക്ക് ചെയ്ത തമാശ എന്റർടൈൻമെന്റ് ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഓൺലി ന്യൂസ് ന്യൂസ് ന്യൂസ്. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അച്ഛന്റെ ബോധം പോയത് എങ്ങനെയാ തമാശ? അതിലെന്താ തമാശ? ഇരിക്കും. അല്ല എന്നാ പിന്നെ ഇങ്ങോട്ട് ഇരിക്കാം. അല്ല എന്നാ പിന്നെ ഇവിടെ ഇരിക്കാം. എവിടെയെങ്കിലും ഇരിക്കൂ. അവിടെ ഇരിക്കൂ. വേണ്ട ഇരിക്കൂ. നമസ്കാരം. പച്ചസത്യം ഓൺലൈൻ ന്യൂസ് മീഡിയ എന്നാണ്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ആദ്യമേ ഒരു കാര്യം പറയാം. പച്ചസത്യത്തിനോട് കള്ളം പറയരുത്. സത്യം മാത്രമേ പറയാവൂ. Ready, 1, 2, 3, start. Shot. ഇന്നലെ രാത്രി ഒരു 1:30 മണിക്ക് അല്ലേ? ഒരു നിമിഷം. 1 മണിയാണോ 1:30 മണിയാണോ? സത്യം പറയണം. 1:30 മണി. 1:30 1:30 1:30 മണി. 1:15. അതാ കൺഫ്യൂഷൻ. ഇത് കള്ളം 1:30 മണി. ഞാൻ വാച്ചിൽ നോക്കിയതല്ല. 1:30 മണി. 1:30 മണി. ഉണ്ണി എന്ത് ചെയ്യുന്നു? ഞാനേ മോഡലിങ്ങിന് ഫോട്ടോ എടുത്തിട്ടേ മോഡലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതെ അല്ല കൊള്ളാം. നല്ല ലുക്ക് ഉണ്ട്. ഈ മറ്റേ തുണിക്കടയിലൊക്കെ പ്രതിമ ഇങ്ങനെ വെച്ചിട്ട് നിൽക്കില്ല, അതുപോലെ നിൽക്കാൻ കൊള്ളാം. നല്ല ഇതായിരിക്കും. ശരി, നമുക്ക് ബാക്കി വിഷയത്തിലോട്ട് വരാം. അപ്പൊ 1:30 മണി ഫിക്സ്. ഒരു 1:30 മണിക്ക് ആരോ ഓളിമ്പല്ലിൽ അടിക്കണം. മതി. അപ്പൊ കോളിംഗ് ബെല്ല് വെള്ള സാരി അല്ലേ? ഓക്കെ. ചായ വരെ വേണ്ട ഗ്രീൻ ട്രൂത്തിന്. പോയോ? ഈ വക ആൾക്കാർക്കൊക്കെ ചെറിയ വട്ടുണ്ടാവൂല്ലേ? ഉണ്ടാവും. ഭവനത്തിൽ നടന്ന സംഭവം. ഒരു രാത്രിയിൽ അർദ്ധരാത്രിയുടെ ഭയാനകത തളം കെട്ടിയ സമയത്ത് സുഗതന്റെ വീട്ടിൽ ഒരു കോളിംഗ് ബെല്ല്. ഭാര്യ മണ്ടോതിരി പായുന്നു. ജനൽക്കട്ട നീക്കി സിറ്റ് ഔട്ടിലേക്ക് നോക്കുമ്പോൾ ബെല്ലടിക്കാൻ നിൽക്കേണ്ട ഭാഗത്ത് ഒരാളുമില്ല. തനിയെ ബെല്ല് കേൾക്കുന്നു. ഈ സമയം മകൻ ഉണ്ണി ബാത്റൂമിൽ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ മുടി നീട്ടി വളർത്തിയ ഒരു ഭീകര സത്യം. സത്യമല്ല, സത്വം. സത്യം. അയാൾ ഭയന്ന് അലറി വിളിച്ച് പുറത്തേക്ക് ഓടി വന്നു. ഈ സമയം പുറത്തു നിന്ന് നിശബ്ദതയിൽ ഒരു സ്ത്രീ പാടുന്നതായി കേൾക്കുന്നു. മണ്ടോദരി സുഗതനും നോക്കുമ്പോൾ വെള്ള സാരി എടുത്ത് ഒരു സ്ത്രീ പാട്ട് പാടിക്കൊണ്ട് മുറ്റത്തോടെ നടക്കുകയാണ്. രക്തമൂറ്റുന്ന പല്ലുകളോട് കൂടിയ ആ സ്ത്രീ ഉറക്കെ ചിരിച്ചുകൊണ്ട് അവർക്ക് നേരെ വന്നു. വീട്ടിലാണ് കിടക്കാൻ പോണത്. ഉണ്ടായ സംഭവാ. മേടിക്കേണ്ട സത്യേട്ടത് ഒഴിഞ്ഞാളിങ്ങൾ അതിന്റെ അകത്ത് കിട്ടോ? 5 ലക്ഷം കൊടുത്താണ്. അത് മേടിച്ചാളി. അത് തിരിച്ചു തരണമെന്ന് പറയണ്ടായി സൂതേട്ടൻ. പിന്നെ ഇങ്ങനത്തെ ഒരു വീടാണെങ്കിൽ സത്യേട്ടനോട് പറഞ്ഞ വാക്ക് തെറ്റിക്കണ്ട, തിരിച്ചു തരണമെന്ന് പറയണ്ടായി. അല്ല, തിരിച്ചു തരുന്ന പുള്ളി പറഞ്ഞോ? പറയണ്ടായി. എന്നോട് പറഞ്ഞോ? ഇപ്പൊ നാട്ടുകാർ മുഴുവൻ പറയുന്നത് ഈ വീടൊരു പ്രേതാലയാന്നാ. രാത്രി 10 മണിക്കൊക്കെ വീടിന് മുമ്പ് കൂടെ ഒറ്റയ്ക്ക് പോയിരുന്നു. ഇപ്പൊ 2-3 ആളും കൂടിയിട്ടാ പോകും. പണ്ട് അച്ഛന്റെ അമ്മാവൻ കുളത്തിൽ വീട് മരിച്ചിട്ടേ ആ അമ്മാവന്റെ പ്രേതം അച്ഛന് കൂടിയെന്നാണ് അപ്പുറത്തെ ബാലക്ഷേട്ടൻ എന്നോട് പറയുന്നത്. നീ എടുത്ത് ആ വാർത്തക്കാരൻ ഇവിടെ വന്ന് കേറിയപ്പോഴേ ഞാൻ ഓർത്തതാ എന്തോ കുഴപ്പമുണ്ടാകാൻ പോണ്ടെന്ന്. അവന്റെ ഒരു രൂപവും ഭാവവും പച്ച സത്യവും. എന്താണ് അവന്റെ പേര്? മന്മഥൻ. അവനോട് പ്രത്യേകം പറഞ്ഞതല്ലേ വെള്ള സാരിയാണ് കണ്ടെന്ന്, കണ്ണാടിയിൽ എന്റെ മുഖ കണ്ടെന്ന്. എന്നിട്ട് അവൻ എന്തൊക്കെ എഴുതി പിടിപ്പിച്ചെന്ന്. എനിക്കിപ്പോ അതല്ല പേടി മണ്ടുവോ. ഈ വീട് വാങ്ങാന്ന് പറഞ്ഞ സത്യശീലിന്റെ ഒരു വിവരവും ഇല്ല. അയാളെങ്ങാനും ഈ വാർത്ത അറിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യാനാവോ? അതാ എന്റെ പേടി. വെറുതെ അല്ല, എന്തേ ഇത് കംപ്ലീറ്റ് ഇരുമ്പ് വന്ന് നിറഞ്ഞിട്ട് മണ്ണല്ലേ. അല്ല, ഈ ഉറുമ്പ് ഇതിന്റെ ഉള്ളിൽ താമസിച്ച എന്താ കുഴപ്പം? അതറിഞ്ഞൂടാ. ഇല്ല. ഈ ഇരുമ്പെല്ലാം കൂടി എന്ത് ചെയ്യും വെച്ചാൽ ഒരുമിച്ച് ഇങ്ങനെ നടക്കുവര്. അന്നേരം ഈ ബയറിന്റെ ഈ ഇങ്ങനെ ഒരു കൂട്ടി യോജിപ്പിച്ചല്ലേ ഉണ്ടാവുക. അതിന്റെ മുകളിൽ തട്ടിപ്പോവും, ബെല്ലടിയും. അപ്പൊ ഈ 1:30 മണിക്ക് ഉറുമ്പ് ഇങ്ങനെ നടന്നിട്ട് പോയിട്ട് എന്റെ ചങ്ങ ലോകത്ത് ഉറങ്ങാത്ത ഒരേ ഒരു ജീവി ഉറുമ്പ്. അതറിഞ്ഞൂടെ? ഉറുമ്പാന്ന്. മനസ്സിലാവില്ല. നോക്കി കുത്തത് കാലേട്ടാണ് കുത്ത. എന്താ ഇത്? എന്താ സൂതേട്ട ഈ വീടിന്റെ വർത്താനം ഉള്ളൂല്ല നാട് മൊത്തം. ഇപ്പൊ ഫോണ് തുറന്നാൽ നിങ്ങളെ വീടിന്റെ വർത്താനം ഉള്ളത്. ഞാൻ വിളിക്കാനേ സൂതേട്ടന്റെ വീട് വരെ ഒന്ന് വന്നാണ്.
വെച്ചോ വെച്ചോ. സുധേട്ടാ ആരാണ്? ഞാൻ പോട്ടെന്നാല്. ഉണ്ണി അവനെ ഞാൻ പൈസ അയച്ചേരാ ഗൂഗിൾ പേ പൈസ ഒന്നും വേണ്ട. ഇറുമ്പിന് തോണ്ടി എന്തിനാ പൈസ? നിങ്ങൾ ഇതിന്റെ പണി മൊത്തം എനിക്ക് നന്നായി. ആ നന്നായി മണിക്കാട്. അതെ എന്താണ് ഇവിടുത്തെ അവസ്ഥ ഇത്? എന്താ ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ. ഇവിടെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇവിടെ പ്രേതബാധ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ലോകം മുഴുവൻ പരന്നല്ല. ഒന്നും പറയണ്ട വ്യാധി, ഏതോ ഒരു പ്രാന്തം കയറി വന്നിട്ട് എന്തൊക്കെ കുറെ ചോദിക്കുന്ന കേട്ടു. അത് ഇപ്പൊമാതിരി പ്രശ്നമാവുന്നു ഞാൻ അറിഞ്ഞ. അല്ല ഓനെന്താ അറിയോ, ഓന് ഇതിന്റെ അകത്ത് കാഴ്ചക്കാർ കൂടുതലുണ്ട്. അത് ലോകം മുഴുവൻ എത്തൂല്ലോ. അതാ പറഞ്ഞു. അതെ, അത്ര നിസ്സാരമായിട്ട് എടുക്കണ്ട. ഇപ്പൊ സത്യേട്ടൻ വില പറഞ്ഞു വെച്ചല്ലേ. സത്യേട്ടന്റെ അടുത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായി. അത് നടക്കൂല കേട്ടോ. കച്ചവടം നടക്കൂല. സത്യേട്ടൻ ഈയാണ് അതെന്താ? ഏതാന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ ജിന്നുള്ള വീട്ടിൽ ആരെങ്കിലും താമസിക്കോ? നിന്നിന്റെ തന്നെയല്ല, സത്യേട്ടൻ അതിന് വിശ്വാസമില്ല. പക്ഷെ ഭാര്യയും മക്കളും ചൊട്ടക്ക് സമ്മതിക്കില്ല. സമ്മതിക്കില്ല. അല്ല എന്നിട്ട് മൂപ്പരെന്നെ വിളിച്ച് പറഞ്ഞൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ. ഭാര്യക്കാണ് ഭയങ്കര പേടി, പ്രേതണ്ടെന്ന് പറഞ്ഞിട്ട്. എന്റെ മൊയ്തു അതിന് ഇവിടെ പ്രേതമില്ലല്ലോ. അതെങ്ങനെയാണ് നിങ്ങൾ പറയണത്? പിന്നെ അർദ്ധരാത്രിക്ക് വന്ന് കോളിംഗ് ബെൽ അടിക്കണ ആരാണ്? അതല്ല ഇപ്പൊ ഇലക്ട്രീഷ്യൻ വന്ന് നോക്കി പോയത്. അതെ, അത് തുറന്നു നോക്കിയപ്പോ അതിന്റെ ഉള്ളിൽ ഉറുമ്പുകൾ മുട്ടട്ട് കൂട്ടിയിരിക്കുക. എന്നിട്ട് ഈ രാത്രി ഉറുമ്പുകൾ ഇങ്ങനെ നടക്കുമ്പോ ഈ വയറുകൾ തമ്മിൽ കൂട്ടി മുട്ടിയിട്ടാണ് ബെല്ലടിക്കണെന്നും പറഞ്ഞ് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പാവം പോയി. ആരാ വിശ്വസിക്കുന്നത്? അതൊന്നും ഞാൻ ആളുകളോട് പറഞ്ഞാൽ വിശ്വസിക്കൂല. നിങ്ങൾ നോക്കിക്കോട്ടെ, അത് അടിച്ച് കളഞ്ഞിട്ടില്ല ഞാൻ. ഉറുമ്പും കൂട്. അല്ല സംഭവമൊക്കെ ശരിയാണ് നിങ്ങൾ പറയണത്. പക്ഷെ നിങ്ങൾ മാത്രമേ വിശ്വസിക്കുള്ളൂ. ഇപ്പൊ എന്താ ചെയ്യാ? അതെ, പ്രയാസപ്പെടണ്ട, പരിഹാരം ഉണ്ടാക്കാം. എത്ര രൂപക്കാണ് സത്യേട്ടനായിട്ട് കച്ചവടം പറഞ്ഞാ? ഞാൻ പറഞ്ഞില്ലേ 55 ലക്ഷം ഉറുപ്പ്യക്ക് കച്ചവടമായി. 5 ലക്ഷം ഉറുപ്പ്യ അഡ്വാൻസും കിട്ടി. നമുക്കേ ഒരു 30 അങ്ങോട്ട് മുറിക്കാം. എന്തിന്? പുറത്താരുമല്ല, നമ്മുടെ മൊയ്തൂക്കാക്കാണ്. നമ്മളെടുത്തോളൂ. അത് ശരി, നിങ്ങൾ നനഞ്ഞോടെ കുഴിക്കാതിരിക്കുക. അതെ അതെ, ഞാൻ തൽക്കാലം ഈ വീട് കൊടുക്കണില്ല. അതല്ല, നിങ്ങൾക്ക് കാര്യം നടക്കണ്ടേ? അയാൾക്ക് അഡ്വാൻസ് തിരിച്ചു കൊടുക്കണ്ടേ? എന്തിന്? അയാൾക്ക് വേണ്ടെങ്കിൽ അയാളോട് പോവും. എന്റെ തെറ്റെങ്കിലല്ലേ ഞാൻ എനിക്ക് തന്ന പൈസ തിരിച്ചു കൊടുക്കണം. അങ്ങോട്ട് നോക്കി വേറൊരു മനുഷ്യ ഈ സ്ഥലവും വീടും എടുക്കുന്ന നിങ്ങൾ വിചാരിക്കണ്ട. എടുക്കണ്ടെന്നേ, അവിടെ കിടന്നോട്ടെ. നിങ്ങളെ പോവാൻ നോക്ക്. സുധേട്ട, അവസാനമായിട്ടൊരു കാര്യം ഞാൻ പറയാം. എന്താ നീ ചാവാൻ പോവാ? അല്ലാന്ന് ഒരു 35 മുറിക്കാൻ പറ്റുമോ? അപ്പൊ കൊടുക്കില്ല പറഞ്ഞില്ലേ? നിങ്ങൾ വിട്. അവന്മാര് ഒരുപാട് പേരെ കണ്ടാ ഞാൻ. പോ. അച്ഛൻ പറഞ്ഞാ പോയിക്കോളാം. ഇവിടെ നിൽക്കണ്ട അതെ, കേട്ടാ. ഇത് വിറ്റൊന്നും പോകാൻ നിൽക്കല്ല. ബെല്ലടിക്കണവളെ ഒന്ന് കെട്ടിച്ചു കൊടുക്കണ്ട്. 4 പേരും കൂടി കല്യാണമായിട്ടാ ആയോ? അവിടെ കിടക്കട്ടെ. ആർക്ക് വേണോ? ഉറുമ്പാണെന്ന്. എന്താണ് പന്നി കാണിക്കണം? കുത്തി പോണല്ലോ, അറിഞ്ഞോണ്ടല്ലോ. ഇതുപോലെ ഒരുപാട് കച്ചവടക്കാരെ കണ്ടാനേ. ഇതിനൊക്കെ കാരണേ ആ പച്ച സത്യം മറ്റേ